ഹലോ, ഇതെൻ്റെ കസിൻ്റെ ഹൽദിക്ക് വേണ്ടി ഞാൻ ഡിസൈൻ ചെയ്ത ഡ്രസ്സാണ് കേട്ടോ. ഈ സെയിം ഡിസൈൻ ഞാൻ നിങ്ങൾക്കൊരു പ്ലെയിൻ തുണിക്കകത്ത് കാണിച്ചു തരാം. നമുക്ക് ഏതാണ് ഡ്രസ്സ് വേണ്ടത് എടുത്തിട്ട് നമുക്ക് അതിനകത്ത് ഫ്രെയിം നല്ല രീതിക്ക് ടൈറ്റാക്കി പിടിച്ചിട്ട് വേണ്ട ത്രെഡ് എടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം സൂചിയിൽ നിന്ന് അടിയിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൂചി വീണ്ടും കൊടുത്തിട്ട് ഒരു 4-5 ലെയർ ആ സൂചിക്കകത്ത് ഇങ്ങനെ ചുറ്റി കൊടുത്തിട്ട് നല്ല രീതിക്ക് സൂചി ഇളക്കി മാറ്റിയിട്ട് നല്ലോണം ഷേപ്പ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഇതൊരു 4-5 ചുറ്റാണ് ഞാൻ ചുറ്റിയത്. എന്നിട്ട് അതിൻ്റെ അടിയിൽ വീണ്ടും സൂചി ഇറക്കിയിട്ട് പിന്നും അതേ ഓപ്പോസിറ്റ് സൈഡ് തന്നെ വീണ്ടും അതേപോലെ ഒരു 2 എണ്ണം ചെയ്യണം. കണ്ടില്ലേ, അതേപോലെ തൊട്ട് 4-5 ലെയർ സൂചിയിൽ ചുറ്റണം. എന്നിട്ട് സൂചി ഒരുപാട് ടൈറ്റ് ആക്കാതെ പതിയെ നൂല് നല്ല രീതിക്ക് ഷേപ്പാക്കി പിടിച്ചിട്ട് ഇളക്കിയെടുക്കണം. എന്നിട്ട് ഇതുപോലെ അടിയിലോട്ട് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഈ 2 ലെയറിൻ്റെ നടുക്ക് വെച്ചിട്ട് ആ സെൻട്രൽ പോർഷൻ വെച്ചിട്ട് വീണ്ടും സൂചി എടുത്തിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ വീണ്ടും അടിയിൽ കൂടെ സ്റ്റിച്ച് കൊടുക്കണം. കണ്ടില്ലേ, എന്നിട്ട് ഇതിനകത്ത് ക്വാണ്ടിറ്റി കൂടുതൽ കറക്കി കൊടുക്കണം. എന്നാലേ നമുക്കത് ഫുള്ള് ചുറ്റി കുറച്ച് നീളമുള്ള ലെയറായിട്ട് കിട്ടുള്ളൂ. ഒരു 10-12 എണ്ണമെങ്കിലും വേണം മാക്സിമം. എന്നിട്ട് സൂചി പതിയെ വലിച്ചെടുത്തിട്ട് ആ നൂല് കുരുങ്ങി പോകാനും ടൈറ്റായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അത് നമ്മൾ കൈ വെച്ച് പതിയെ അഡ്ജസ്റ്റ് ചെയ്ത് നല്ല ഷേപ്പാക്കി ചുറ്റിയെടുത്തിട്ട് അതിൻ്റെ അടിയിൽ, അതായത് ആ നൂല് നിൽക്കുന്ന എൻഡ് പോർഷൻ ഇല്ലേ, ഇത് അവിടെ അടിയിൽ വീണ്ടും കൊരുത്ത് കൊടുക്കണം താഴോട്ട്. എന്നിട്ട് ഈ ചെയ്ത ലെയറിൻ്റെ നടുക്ക് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ ലെയറിൻ്റെയും നടുക്കാണ് സൂചി സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. ഇപ്പം ചെയ്ത് നിർത്തിയേക്കുന്ന ആ ലെയറിൻ്റെ സെൻറ്റർ പോർഷനിൽ വെച്ചിട്ട് വീണ്ടും ഞാൻ അടിയിൽ നിന്ന് സൂചി എടുത്ത് അത് കഴിഞ്ഞിട്ട് വീണ്ടും അതിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് ഏത് വരെയാണ് ആ പൂവിൻ്റെ നീളം വേണ്ടത് അതിൽ കൊടുക്കണം. എന്നിട്ട് വീണ്ടും ഒരു 10-12 നമ്മൾ ഇവിടെ ചുറ്റി അതേ ഇതിൽ തന്നെ നമുക്ക് ഫ്ലവറിന് നീളം വേണമെങ്കിൽ കുറച്ചുകൂടെ ഒരു 15 കൊടുക്കാം. കറക്റ്റ് നല്ല രീതിക്ക് ചുറ്റിയെടുത്തിട്ട് വീണ്ടും ആ നമ്മൾ സൂചി കുത്തിയില്ലേ ആ എൻഡ് പോർഷനിൽ തന്നെ നല്ല രീതിക്ക് ഷേപ്പാക്കി എടുക്കണം. വീണ്ടും ഈ 2ാമത്തെ ലെയറിൻ്റെ സെൻറ്റർ പോർഷൻ ഏത് ഫ്ലവറാണോ നമുക്ക് ചെയ്യേണ്ട അതിൻ്റെ സെൻറ്റർ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. അതേപോലെ തന്നെ ഞാൻ വീണ്ടും ഇവിടെ ഒരു 10-12-14 ആ സെയിം ലെയർ തന്നെയാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. നമ്മൾ ചെയ്യുന്ന സമയത്ത് എത്ര ലെയറാണോ ഒന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ട് പിന്നെ അടുത്ത ലെയർ ചെയ്താൽ മതി. അപ്പോൾ ഒരു കംപ്ലീറ്റ് ഒരു ബുല്യം ഫ്ലവർ, ഒരു കുഞ്ഞു ബുല്യം ഫ്ലവറാണ്. നമുക്ക് ആവശ്യാനുസരണം വലുതാക്കാം ചെറുതാക്കാം, വരച്ചിട്ട് വേണമെങ്കിലും ചെയ്ത്. ഇപ്പോൾ എനിക്ക് വരയ്ക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര പാടായിരിക്കും. പക്ഷെ നമ്മൾ ചെയ്തു വരുമ്പോൾ നല്ല എളുപ്പമാണ്, കാണാനും നല്ല ഭംഗിയായിരിക്കും. ഇനി നമുക്ക് ഈ ഡ്രസ്സിൽ കൊടുത്തേക്കുന്ന ഫ്രഞ്ച് നോട്ട് അത് നല്ല എളുപ്പമാണ് നമുക്ക് ചെയ്തെടുക്കാം. അടിയിൽ നിന്ന് സൂചി എടുത്തിട്ട് 2-3 ചുറ്റിട്ട് അതേപോലെ തന്നെ നൂല് വിട്ടുപോകാതെ അതിനകത്തൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തായിട്ട് വരുമ്പം നമുക്ക് ഫ്രഞ്ച് നോട്ട് കിട്ടി. കണ്ടില്ലേ, അതൊരു 4-5 ചുറ്റ്. നമുക്ക് വലിയ ഫ്രഞ്ച് നോട്ട് വേണമെങ്കിൽ ഒരു 6-7 പോവാം, കുഞ്ഞാണെങ്കിൽ ഒരു 3-4 മതി. അങ്ങനെ അതിന് ഫുള്ളും ഫ്രഞ്ച് നോട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇങ്ങനെയാണ് നമുക്ക് ഫ്രഞ്ച് നോട്ട് എളുപ്പമാണ്, ബുല്യം ഫ്ലവറും എളുപ്പമാണ്. നമുക്കിത് കാണുമ്പോഴത്തേക്കും കുറച്ച് പാടായിട്ട് തോന്നുന്നത്. ഇതാണ് ഫൈനൽ. ഇനി നമുക്ക് ഇതിനകത്ത് സ്റ്റോൺ പിടിക്കാം. അതായത് എൻ്റെ പോർഷനിൽ മോനെയുള്ള സ്റ്റോണാണെങ്കിൽ നമുക്ക് പിടിപ്പിക്കാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഭാഗത്താണ് ഞാൻ കൂടുതലും സ്റ്റോൺ പിടിപ്പിക്കുന്നത്. നമുക്ക് B7000 ഗമ്മാണ് ഞാൻ എടുത്തത്. കണ്ടില്ലേ, അതിന് ചുറ്റും ഫുള്ളും ഞാൻ ഗമ്മ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ബീഡ്സ് പിടിപ്പിക്കണം. അതിന് ഈ ബീഡ്സ് പിടിപ്പിക്കുന്ന മെഷീൻ എടുക്കുക. ആദ്യം നമ്മൾ ബീഡ്സ് പിടിപ്പിക്കുന്ന മെഷീൻ്റെ അടിഭാഗത്ത്, അതായത് ആ റൗണ്ട് പോലെ വരുന്ന ഭാഗമില്ലേ, അവിടെ നമുക്ക് ഇതിനകത്തൊരു സ്റ്റാപ്ലറിൻ്റെ പിന്ന് പോലൊരു സംഭവമുണ്ട്. ആ പിന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകൾ പോർഷനിൽ ഇതാ കണ്ടില്ലേ, ആ മുകൾ പോർഷനിൽ ഇവിടെ നമുക്ക് ഏത് ബീഡാണോ വേണ്ടത് ആ ബീഡ് നമുക്ക് വെച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് എവിടെയാണോ ബീഡ് പിടിപ്പിക്കേണ്ടത് അവിടെ എടുക്കുക. ഇതിപ്പോൾ ഫ്രെയിം ഉള്ളതുകൊണ്ട്, ഫ്രെയിം വെച്ചേക്കുന്നതുകൊണ്ട് ഞാൻ ആ മെഷീനകത്തോട്ട് കയറ്റിയപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ നിന്ന് ബീഡ്സ് തെറിച്ചു പോയി. എന്നാലും അത് സാരമില്ല, നമുക്ക് ഒന്നും കൂടെ ബീഡ്സ് എടുത്ത് പിടിപ്പിച്ചാൽ മതി. ഇതാ കണ്ടില്ലേ, ഫസ്റ്റ് ബീഡ് ഞാൻ വെച്ച് കൊടുത്ത്. ഇനി ഇതേപോലെ നമുക്ക് എവിടെയൊക്കെയാണോ ബീഡ്സ് വേണ്ടത്, നല്ല അടുപ്പിച്ച് വേണോ, അതേ കുറച്ച് സ്കാറ്റേഡ് ആയിട്ട് ലോങ് ആയിട്ട് മതിയെങ്കിൽ നമുക്ക് എങ്ങനെയോ നമ്മളെ ഇഷ്ടത്തിൽ എങ്ങനെയാണോ നമുക്കത് ബീഡ്സ് വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ ഇങ്ങനെയാണ് ചെയ്ത്. കണ്ടില്ലേ, ഫസ്റ്റ് നമ്മൾ ആ പിന്ന് വെച്ച് കൊടുക്കുക, പിന്നെ മുകൾ ഭാഗത്ത് ബീഡ്സ് വെച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് എപ്പോഴും ഈ ഫ്രെയിം ഇളക്കിയിട്ട് ഈ ബീഡ്സ് പിടിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഫ്രെയിം കിടക്കുന്നതുകൊണ്ട് നമ്മൾ ആ മെഷീൻ അകത്തോട്ട് പിടിക്കുമ്പോഴത്തേക്കും കുറച്ച് ടൈറ്റാണ്. പിന്നെ ആ ബീഡ്സ് തെന്നി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നും ബീഡ്സ് എടുത്ത് വെക്കണം. അതിന് കണ്ടില്ലേ ബീഡ്സ് പോയത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഫ്രെയിം ഇളക്കിയിട്ട് നമുക്ക് എവിടെയൊക്കെ ബീഡ്സ് പിടിപ്പിക്കണം അവിടെയെല്ലാം നമ്മളൊരു ചോക്ക് കൊണ്ടോ പെൻസിൽ കൊണ്ടോ ഇങ്ങനെ ഡോട്ട് കൊടുത്തിട്ട് ഫ്രെയിം ഇളക്കിയിട്ട് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഞാനിതിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്കിനി ഫ്രെയിം ഇളക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കണ്ടില്ലേ, ഇപ്പോൾ എവിടേക്കാണ് വേണ്ടത്. ഇപ്പം ഞാൻ ആ ഹൽദി ഡ്രസ്സിൽ കാണിക്കുന്ന സെയിം പാറ്റേണിൽ തന്നെ ബീഡ്സ് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാവുന്ന രീതിക്ക് കണ്ടില്ല, ആ ബീഡ്സ് വീണ്ടും ഇളകിപ്പോയി. ആ ഇളകിപ്പോയ ബീഡ്സ് തന്നെ ഞാൻ വീണ്ടും എടുത്ത് അതിൻ്റെ പുറത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഉണ്ടാകും അപ്പോഴത്തേക്കും ബീഡ്സ് ആകട്ടെ. എന്നിട്ട് നമ്മൾ നല്ല രീതിക്ക് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. അപ്പോഴത്തേക്ക് ബീഡ്സ് അതിൽ ഒട്ടിക്കോളും. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഞാൻ ആ കാണിച്ച ഹൽദി ഡ്രസ്സിൽ ഹെവി ആയിട്ടുള്ള വർക്ക് ഞാൻ അതിനകത്ത് ചെയ്തിട്ടില്ല. സിമ്പിളായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. നമുക്ക് ഹെവി ആക്കണമെങ്കിൽ ഹെവി ആക്കാം. ഇതിപ്പോൾ എനിക്ക് വേസ്റ്റ് ആവും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ത്രെഡ് വർക്കോ ഏതെങ്കിലും ഫ്ലവറോ എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം.